ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല മൊരിഞ്ഞ കടലറ്റ് ഒട്ടും പൊട്ടിപ്പോവാതെ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമുക്കിത് ഒരു മാസമൊക്കെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് കടലറ്റാണ്. കടലറ്റുകളിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള കടലറ്റ് തന്നെയാണ് കേട്ടോ ബീഫ്. അപ്പോൾ അത് 1 കിലോഗ്രാം ബീഫ് എല്ലും നെയ്യൊന്നും ഇല്ലാത്ത പീസുകൾ എടുത്തിട്ട് ഇതാ കുക്കറിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടിയും അത് നമ്മൾ ബീഫ് എടുക്കുന്നത് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുന്ന സമയത്ത് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ബീഫിൽ നിന്ന് തന്നെ അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കാനുള്ള സമയം ബീഫിൻ്റെ മൂപ്പ് അനുസരിച്ചിട്ട് ആയിരിക്കും കേട്ടോ. പിന്നെ ഇതാ ഒരു 5 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കുക്കറിൽ ചേർത്ത് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി കടലിൽ ഇങ്ങനെ കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഇഞ്ചിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിതാ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ടുള്ള ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ, ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഞാനൊരു 8 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ, എരിവിനനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ അതാ ഒരു 5 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതാ നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അത്രയും ബീഫ് വേവിച്ചെടുത്തിട്ട് ഇതാ ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. എല്ലൊന്നും ഇല്ലാത്ത പീസുകളാണ്. അപ്പോൾ ഇത് ചൂടാറി വന്നതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഉരുളക്കിഴങ്ങും വെന്ത് വന്നിട്ടുണ്ട്. അതൊന്ന് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തതിന് ശേഷം അതിൻ്റെ തൊലി ഒന്ന് മാറ്റിയിട്ട് നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഉള്ളി വഴറ്റിയെടുക്കുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം കേട്ടോ. കടലറ്റിനുള്ള ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. നമ്മൾ സമൂസക്കൊക്കെ വഴറ്റിയെടുക്കുന്ന പോലെയല്ല, അതിനേക്കാളും ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ട് വരണം കേട്ടോ. അതാ ഇത്രയും ആയി കിട്ടിയാൽ മതി. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ എരിവിന് ആവശ്യത്തിന്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള എരിവിന് നോക്കിയിട്ട് അതിനാവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി എല്ലാം കൂടി ഈ ഒരു മസാലയൊക്കെ ഒന്ന് പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റി ഒന്ന് ഡ്രൈ ആയി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ബീഫും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ബീഫ് ചേർത്ത് കൊടുത്തിട്ടും ഇതുപോലെ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. കാരണം വെള്ളത്തിൻ്റെ ഒട്ടും തന്നെ അംശം ഉണ്ടാവാൻ പാടില്ല. നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം നമുക്ക്. ബീഫൊക്കെ നല്ല ഡ്രൈ ആയിട്ട് വന്നാൽ, മസാലയൊക്കെ മിക്സായി വന്നാൽ പിന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം ചിലപ്പോൾ ഉരുളക്കിഴങ്ങിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിതിൽ ഇട്ട് ഇളക്കുന്ന സമയത്ത് കുറച്ചൊരു ലൂസായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു ചൂടിൽ കിടന്നാൽ മതി കേട്ടോ. അല്ലാതെ ഇനി വേറെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു മസാല എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ ഇതുപോലെ ഈ ഒരു ചൂടുള്ള മസാലയും ഉരുളക്കിഴങ്ങ് ഉടച്ചതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് യോജിച്ച് വരണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് യോജിച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയിലായിരിക്കും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. നന്നായിട്ട് ചൂടാറി വന്നാൽ കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതൊന്ന് നല്ല ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടിയിട്ട് ഷേപ്പാക്കി എടുക്കാം. ഷേപ്പാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി എല്ലാതും ഒരേ വലുപ്പത്തിലുള്ള ഷേപ്പാക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കുപ്പിയുടെ അടപ്പൊക്കെ ഉണ്ടാവല്ലോ അതിലൊക്കെ വെച്ചിട്ട് ഷേപ്പാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ ഒന്നും ആക്കി എടുക്കുന്നില്ല. ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഒരേ അളവിന് നമുക്ക് ഈ ഒരു മസാല കയ്യിലെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഒരേ വലുപ്പത്തിലുള്ള കട്ലറ്റ് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ പീസുകളും റെഡിയാക്കി എടുക്കാം. പിന്നെ മസാല കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു രീതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് ഓയിലാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഒരുപാടൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ നമുക്ക് കയ്യിലിങ്ങനെ ഒട്ടിയ പോലെ വരും. അപ്പോൾ ബാക്കിയുള്ളത് റെഡിയാക്കി എടുക്കുമ്പോൾ നമുക്കത് അത്രയ്ക്ക് വൃത്തി കിട്ടില്ല. അപ്പോൾ കൈയൊന്ന് കഴുകി തുടച്ചതിന് ശേഷം വീണ്ടും നമുക്കിതുപോലെ ഷേപ്പാക്കി എടുത്താൽ മതി. ഒരു 10 റെഡിയാക്കി എടുത്തതിന് ശേഷം പിന്നെ കൈയൊന്ന് കഴുകി തുടച്ചിട്ട് വീണ്ടും റെഡിയാക്കി എടുക്കാം കേട്ടോ. അതുപോലെ ഒരുപാടൊക്കെ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇനി ബാക്കിയുള്ളതെല്ലാം ഞാനിതാ ഇതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ.
അപ്പോൾ മൊത്തം എന്താ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ആകെ കിട്ടിയിട്ടുള്ളത് 32 കട്ട്ലറ്റാണ് കേട്ടോ ഈ ഒരു വലിപ്പത്തിൽ. പിന്നെ വലിപ്പമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ മൈദയുടെ ഒരു വെള്ളമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടയും യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ എപ്പോഴും ഇങ്ങനെ ഫ്രീസറിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിൽ എപ്പോഴും ഇതുപോലെ മൈദ മാവ് കലക്കിയിട്ടാണ് കേട്ടോ വെക്കാറുള്ളത്. കുറച്ച് ലൂസായിട്ട് ഇതുപോലെ ഒരു ബാറ്റർ ആക്കി എടുത്തിട്ട് മാറ്റി വെക്കാം. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ബാറ്ററിൽ. അപ്പോൾ ഇതുപോലെ കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത്. ഇനിയിപ്പോൾ ഞാൻ ഒരു സ്റ്റെപ്പും കൂടെ ഇതിൽ കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കട്ട്ലറ്റ് പൊട്ടി പോകാതിരിക്കാൻ ഏറ്റവും നല്ലതാണിത്. ആദ്യം തന്നെ നമ്മൾ കട്ട്ലറ്റ് എടുത്തിട്ട് ഇതുപോലെ കോൺഫ്ലവറിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ട്ലറ്റ് പൊട്ടിപ്പോകുന്നത് തടയാട്ടോ. നമുക്ക് വെണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് അങ്ങനെ പൊട്ടിപ്പോകുന്നില്ല. നല്ല പുറത്ത് നല്ല ഒരു കോട്ടിങ് ഉണ്ടാവുമ്പോൾ അത് ഒട്ടും തന്നെ പൊട്ടിപ്പോകില്ല. അപ്പോൾ അതൊരു കോൺഫ്ലവറിൻ്റെ കോട്ടിങ്ങും പിന്നെ അതിൻ്റെ മേലെ ഒരു മൈദയുടെ കോട്ടിങ്ങും പിന്നെ അതിൻ്റെ മേലെ ബ്രെഡ് ക്രംസും കൂടെ ആകുമ്പോൾ തീരെ പൊട്ടിപ്പോകില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കോൺഫ്ലവറിൽ കോട്ട് ചെയ്തെടുത്തിട്ടുള്ള ഓരോ കട്ട്ലറ്റും എടുത്തിട്ട് നമ്മുടെ ഈ ഒരു മൈദ കലക്കിയത് ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കട്ട്ലറ്റ് കിട്ടും. ഇനിയിപ്പോൾ ഇത് നമ്മൾ ഫ്രീസറിലേക്ക് വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഫ്രീസറിലേക്ക് വെക്കുന്നതിന് മുമ്പ് ഇതുപോലെ കട്ട്ലറ്റ് ഒന്നിന് മുകളിൽ ഒന്നാവാത്ത രീതിയിൽ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുകയാണ്. നിരത്തി വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഫ്രീസ് ആയതിനു ശേഷമാണ് നമ്മളിത് സൂക്ഷിച്ച് വെക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഫ്രീസ് ചെയ്തെടുക്കട്ടെ. അല്ലെങ്കിൽ നമ്മളിത് ഇതുപോലുള്ള കണ്ടെയ്നറിലാക്കിയിട്ടും സൂക്ഷിക്കാം. അപ്പോൾ കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ മേലെ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും അടുത്ത ലെയർ വെച്ച് കൊടുത്തിട്ടും നമുക്കിത് ഫ്രീസറിൽ സൂക്ഷിക്കാം. ഇനിയിപ്പോൾ ഈ ഒരു കണ്ടെയ്നറൊക്കെ വെക്കാൻ ഫ്രീസറിൽ അധികം സ്ഥലമൊന്നും ഇല്ലെങ്കിൽ, കാരണം നമ്മൾ നോമ്പൊക്കെ ആകുമ്പോൾ ഒരുപാട് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്ന സമയത്ത് പല പലഹാരങ്ങളും ഉണ്ടാക്കി വെക്കുന്ന സമയത്ത് ഫ്രീസറിൽ അധികം സ്ഥലമൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പം അങ്ങനെയുള്ളവർക്കാണ് കേട്ടോ ഈ ഒരു ട്രേയിൽ വെച്ചിട്ട് ആദ്യം ഫ്രീസ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ അതുപോലെയുള്ള സിപ്ലോക്ക് കവറിലാക്കിയിട്ട് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ പലഹാരങ്ങളും ഇതുപോലെ തന്നെ സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ ഇഷ്ടം പോലെ സ്പേസും കിട്ടും കേട്ടോ ഫ്രീസറിൽ. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ നല്ല ഫ്രീസായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ തലേ ദിവസം രാത്രി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഇതെല്ലാം സിപ്ലോ കവറിലാക്കി എടുക്കുന്നത്. നല്ലതായിട്ട് തന്നെ ഐസായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഓരോ ദിവസം പൊരിച്ചെടുക്കാനുള്ളത് എടുത്തിട്ട് മാറ്റി വെക്കാം. തമ്മിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. ഇങ്ങനെ ഫ്രീസാക്കി എടുത്ത് സിപ്ലോ കവർ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ പാകത്തിന് നമ്മൾ പുറത്തേക്ക് എടുത്ത് വെക്കുക. ഒരു 1-1.5 മണിക്കൂർ മുമ്പൊക്കെ പുറത്തെടുത്ത് വെച്ചതിന് ശേഷം നമുക്കിത് നല്ല ചൂടായിട്ടുള്ള ഓയിലിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാവുമ്പോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെക്കുക. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. കാരണം ഉള്ളിലൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരാൻ. എന്നിട്ട് പിന്നെ ഇതൊന്ന് മൊരിഞ്ഞ് വരാൻ തുടങ്ങുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുത്താൽ മതി. പിന്നെ കട്ട്ലറ്റ് പൊരിച്ചെടുക്കുന്ന സമയത്ത് കട്ട്ലറ്റ് എണ്ണയിൽ മുങ്ങി കിടക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ആ ഒരു മുകൾ ഭാഗം കൂടെ എണ്ണ കവർ ചെയ്ത് നിന്നാലേ ഉള്ളൂ എല്ലാ ഭാഗവും ഒരുപോലെ മുറിഞ്ഞു വരിക. അപ്പം ഞാൻ ചില കട്ട്ലറ്റുകളൊക്കെ കണ്ടിട്ടുണ്ട് നടുഭാഗം ഇങ്ങനെ ഒരു വെള്ള കളറിൽ നിൽക്കണം. വെള്ള കളറിൽ മീൻസ് ആ ഒരു സൈഡൊക്കെ മുരിഞ്ഞിട്ടുണ്ടാവും, മറ്റേതൊരു പച്ചയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാം. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും മുങ്ങിക്കിടക്കുന്ന രീതിയിൽ തന്നെ കട്ട്ലറ്റ് വേവിച്ചെടുക്കുക, കട്ട്ലറ്റ് പൊരിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗവും ഒരേ കളറായിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ മുരിഞ്ഞിട്ട് നമുക്ക് കട്ട്ലറ്റ് കിട്ടും കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ നല്ല അടിപൊളി ബീഫ് കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു കട്ട്ലറ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ കട്ട്ലറ്റ് പൊട്ടിപ്പോകുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഈ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.